പ്രസംഗം നടത്തിയ മഹാനായ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങളോട്, എൻ്റെ ജീവിതത്തെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള മനുഷ്യജന്മങ്ങളെ സൃഷ്ടിക്കുക എന്നാണ് മാഷ് പറഞ്ഞത്. നിങ്ങളെ വെല്ലുവിളിക്കുക ചെയ്തത്. ഈ വയസ്സിലും അദ്ദേഹത്തിന് അങ്ങനെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റമുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ അദ്ദേഹത്തിന് അത്രയേറെ വിശ്വാസമുണ്ട്. നമ്മുടെ മക്കളെ അങ്ങനെയൊക്കെ ആക്കി തീർക്കാം. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ളൊരു വിഷമവും സങ്കടം എന്താ അറിയാം, ഇങ്ങനെയൊക്കെ മക്കളൊക്കെ എൻഡോമെന്റും അവാർഡുകളൊക്കെ വാരി കൂട്ടിയിട്ട് നിങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യ ജന്മ ആ കുട്ടികളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ? പിന്നെ എന്തിനാണ് ഈ എൻഡോമെന്റും സമ്മാനദാനവും ഒക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് കൊടുത്താൽ പോരായിരുന്നു? അപ്പൊ നിങ്ങളെ ഉള്ളിൽ വല്ലാത്ത കുശുമ്പുള്ളൊരു മനസ്സുണ്ട്. സ്വന്തം മക്കളുടെ നന്മകൾ പോലും ആഘോഷിക്കാൻ കഴിയാത്ത പിന്നെ എന്തിനാണ് ഈ കൂട്ടായ്മ? അതിനപ്പുറത്തേക്ക് ഈ കൈമുട്ടാത്തത് കൊണ്ട് ഇന്നൊക്കെ ഉണ്ടാവുന്ന നഷ്ടം എന്താന്ന് മനസ്സിലായി? കൊറോണയ്ക്ക് ശേഷം മനുഷ്യന്റെ ശരീരത്തിൽ കാൽസ്യത്തെ അബ്സോർബ് ചെയ്യുന്നില്ല. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാവർക്കും ഉണ്ട്. മുടി നല്ലോണം കൊയ്യുന്നുണ്ടാവും, ഊരവേദനയും വേദന ഒക്കെ നല്ലോണം കൂടുന്നുണ്ടാവും, നഖത്തിന്റെ ശക്തി കുറയുന്നുണ്ടാവും. ഇതിനൊക്കെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൈമുട്ടലാണ്. അതിനാണ് ഈ മക്കളൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് സമ്മാനം കൊടുത്തത്. അപ്പൊ ആ നിങ്ങളുടെ നന്മ പോലും നിങ്ങളുടെ ആരോഗ്യത്തിന് പോലും നിങ്ങൾക്ക് ശ്രദ്ധയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഒത്തുകൂടിയത്? അപ്പൊ നിങ്ങൾക്ക് ജീവനിൽ കൊതി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം മുടി വളരുന്നത് ആലോചിച്ചിട്ട് ഇന്ദുലേഖയൊന്നും തേച്ചിട്ട് ഒരു കാര്യമില്ല. പകരം നിങ്ങൾ സമയാസമയങ്ങളിൽ കൈമുട്ടുക. കൈക്കുള്ളിലൊക്കെ കുറേ മർമ്മങ്ങളുണ്ട്. ഈ മർമ്മത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ മൊബൈൽ ഫോൺ കൊണ്ട് തോണ്ടി നശിച്ചു പോയ ഈ വിരലുകളെ ഉത്തേജിപ്പിക്കാൻ നിങ്ങൾ ഇന്നു മുതലെങ്കിലും കൈമുട്ടിയിട്ട് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാണ്ട് നിങ്ങളെ വീട്ടിലിരുന്ന് നിങ്ങൾ എപ്പോഴാണ് കൈമുട്ടുക? ഭർത്താവ് വരുമ്പോൾ മുട്ടും പറ്റുമോ? വരുന്നുണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞാൽ കൈമുട്ടാൻ പറ്റുമോ? മീൻകാരൻ വരുമ്പോൾ കൈമുട്ടാൻ പറ്റും. അപ്പൊ അവസരങ്ങളിൽ ഒന്നിച്ചിരിക്കുന്ന ഇത്തരം പരിപാടികൾ ആ സമയങ്ങളിൽ ആവശ്യത്തിന് കൈമുട്ടി സ്വന്തം ശരീരത്തെ കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ ദൈവങ്ങൾ. ഇനി നിങ്ങളോട് എനിക്ക് വേറൊരു സങ്കടം എന്താ അറിയോ? നിങ്ങളുടെ മുഖത്ത് ഞാൻ നല്ലോണം ദേഷ്യം കാണുന്നുണ്ട്. നിങ്ങൾ എന്നെ നോക്കുന്ന നോട്ടം തന്നെ അത്ര നല്ല നോട്ടമൊന്നുമല്ല. നിങ്ങളെ നോട്ടം കാണുമ്പോൾ ഞാൻ കഞ്ചാവാറ്റ ബുക്ക് വമ്പെന്ന് ഒരുത്തനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി നല്ലോണം എന്നെ നോക്കണം. ഞാൻ 2-3 പോയിന്റ് പഠിച്ച് വന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയും. അതുവരെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും സമാധാനം കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ പോലും സന്തോഷത്തിന്റെ കാര്യത്തിൽ 106 സ്ഥാനത്തുണ്ട്. നമുക്ക് 126 സ്ഥാനമാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് 126 തന്നെ എത്തിയ വലിയ ഭാഗ്യമാണ്. ഓരോ സമയം ഇരിക്കുമ്പോഴും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിങ്ങൾക്കെല്ലാം എത്ര പോസിറ്റീവായ ചിന്താഗതികൾ ഉണ്ടാവണം. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങളെ സങ്കടം എന്താ അറിയോ? തിന്ന ചോറെല്ലാം ദഹിച്ച് ഇനി ഡാൻസും കൂടി കഴിയുമ്പോഴേക്ക് ഇത് എപ്പോഴാണപ്പാ വീട്ടിലേക്ക് എത്തുക എന്നുള്ള സങ്കടം. അപ്പോഴും നിങ്ങൾക്ക് ടെൻഷനാണ്. മക്കളുടെ വീട്ടിലേക്ക് വൈകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാണ്. ഭർത്താവിനെ കാണാതിരിക്കുമ്പോൾ ടെൻഷനാണ്. സ്വാഭാവികമായിട്ടും എല്ലാ നിമിഷവും ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവം മാറ്റി എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യജന്മങ്ങളായി നിങ്ങൾക്ക് മാറാൻ കഴിയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പോലീസുകാരനാണ്, എനിക്ക് പ്രസംഗിക്കുന്നതൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന സംഗതി നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. ഇത്രയും രക്ഷാകർത്താക്കളെ ഒന്നിച്ച് കണ്ടപ്പോൾ സന്തോഷം. പക്ഷെ എനിക്ക് സങ്കടം എന്താ അറിയോ? നിങ്ങളെ മക്കൾ ഇവിടുന്ന് ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങളെ വീട്ടിലുള്ള മറ്റു മക്കൾ എവിടെ? ആ 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ എവിടെ? നിങ്ങളെ ഭർത്താക്കന്മാരെവിടെ? നിങ്ങളെ മക്കളുടെ ഡാൻസും പരിപാടികളും കാണാൻ അവർക്കൊന്നും ഇഷ്ടമില്ലേ? അവരെ പിന്നെ ആരാണ് ചേർത്ത് പിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക? അപ്പൊ സമൂഹത്തിലെ ഈ ഒരു അപചയം എന്ന് അതിന് പറയാ. സ്വന്തം മക്കളെ പോലും കാണാൻ ആഗ്രഹമില്ലാത്ത, സ്വന്തം സഹോദരിയുടെ നൃത്തങ്ങൾ കാണാൻ, അവരുടെ പെർഫോമൻസ് കാണാൻ ഇഷ്ടമില്ലാത്ത, സ്വന്തം സഹോദരന്റെ പരിപാടികൾ ആസ്വദിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ വിഭാഗത്തെ നമുക്ക് എങ്ങനെയാ ചേർത്ത് പിടിക്കാൻ കഴിയുക? സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിച്ചിട്ടില്ല എങ്കിൽ അവർ ആരെയാണ് ചേർത്ത് പിടിക്കുക? ആ ചേർത്ത് പിടിക്കാതിരിക്കാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് ചേർന്നിരുന്നില്ല എങ്കിൽ
അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്പേസ് എൻ്റെ അമ്മയുടെ അടുത്താണ്, എൻ്റെ ഉമ്മയുടെ അടുത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളെ നിങ്ങൾ എപ്പോഴാണ് ഇനി ചേർത്ത് പിടിക്കാൻ പോകുന്നത്? ഞാൻ അത് തന്നെയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇന്ന് എൻ്റെ സ്റ്റേഷനിൽ നിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്ന് മൊബൈൽ ഫോൺ ഓഫാക്കിയാൽ ഞാൻ സത്യമൊക്കെ വിളിച്ചു പറയാം. മൊബൈൽ ഫോണിനെ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ത് സത്യം പറയുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടാൻ കഴിയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ള നാട്ടിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സാധനം റെക്കോർഡ് ചെയ്യണ്ട. ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ